ഒരു സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലല്ലേ അതിനെ പൂർണ്ണവൃദ്ധം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ലൈഫ് എന്ന് പറയുന്നതിനകത്തും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അതിനൊരു എൻഡിങ് പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ പറയുന്ന ഈ പേഴ്സണൽ ലൈഫല്ല, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വാസനകളാണ്. ഈച്ച് ആൻഡ് എവറി ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. തെറാപ്പി ലെവലിൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കിട്ടിയത്. അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലവും അവിടെ ചെയ്തിരുന്ന പ്രവൃത്തികളും അവിടെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ ചീറ്റിങ്ങിൽ സങ്കടപ്പെട്ട് ആൾ സൂയിസൈഡ് ചെയ്തു. ഈ അറ്റാച്ച്മെൻറ്റ് അവിടെ വെച്ച് തെറാപ്പി സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കളയുക ചെയ്തു. സാധാരണപ്പെട്ട രീതിയിലേക്ക് ഈ ഇപ്പം വന്ന പേഴ്സണെ അവിടെ പിടിച്ച് വലിച്ചതൊക്കെ ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 2, അവിടെ അവർ ഒരു പെയിൻ കൊടുത്തിട്ട് ആ പെയിൻ അനുഭവിച്ചിട്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. കാർമിക് ആക്ടിവിറ്റീസാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. ബോംബ് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മറ്റേ കമ്പി ഉരിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു കുത്തുന്ന പോലെയൊക്കെ ഇരിക്കും. തെറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ അത് കൃത്യമായിട്ട് അവൻ അറിയാൻ തെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരാളുടെ അവസ്ഥയിലൂടെ അവൻ അത് അനുഭവിച്ച് പോകുന്നത് അത് അവൻ്റെ കാർമിക് കണക്ഷനാണ്. അവനെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നതും അപകടമാണ്. ബേസിക്കലി നമ്മളുടെ മൈൻഡ് ബ്രെയിൻ കണക്ഷൻ എടുക്കണമെങ്കിൽ ഇതിന് നമ്മളുടെ ഉള്ളിൽ ഓരോ കാര്യത്തിനും ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വികാരം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇമോഷനെ ആസ്പദമാക്കിയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുക. പഠിക്കേണ്ട ടോപ്പിക്ക് വേണ്ട വിധത്തിൽ പഠിച്ചില്ല എന്നാണ്. ഒരിടത്തുണ്ടാവാത്ത ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണല്ലോ അടുത്ത റിലേഷൻ വരുന്നത്. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആസ്ട്രോ ഗുരു ഡോക്ടർ ശ്രീകാന്ത് ആണ്. സർ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ റിലേഷൻഷിപ്പിൽ കർമ്മ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആള് ഇതുപോലെ കല്യാണം കഴിച്ചു, പക്ഷെ അവരുടെ ദാമ്പത്യം ഒന്നും അത്ര സുഖകരമായിട്ടുള്ള ഒരു ദാമ്പത്യമല്ല. അപ്പോൾ ഫ്രണ്ട്സ് കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാം, നീ അവളോടന്ന് ചെയ്തതിൻ്റെയാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്നുള്ളത്. ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ പറയുന്നതാണ്, നീ അന്ന് ചെയ്തതിൻ്റെയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മളൊക്കെ പറയുന്നതാണ് കഴിഞ്ഞ ജന്മത്തിലെ പാപമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. ഇത് എങ്ങനെയാണ്? കഴിഞ്ഞ ജന്മത്തിലാണോ അത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തതിൻ്റെയാണ്? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്? നല്ല ചോദ്യം. ഏറ്റവും കൂടുതലും എന്താ പറയുക, ആൾക്കാർക്ക് സംശയമുള്ളൊരു മേഖല ഇത്. ഇപ്പോൾ ഈ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം പൂർവ്വജന്മമാണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടി വരും, എല്ലാവർക്കും പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ആ കാര്യങ്ങളിൽ കടന്നു പോകാം. എ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, സി, അങ്ങനെ A, B, C 3 പേര് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു. സിക്ക് എന്തൊക്കെയോ ദേഷ്യത്താൽ എയെ ഒന്ന് അടിച്ചു. എ വളരെ പാവം പിടിച്ച ഒരാളാണ്, തിരിച്ചൊന്നും ചെയ്തില്ല. എന്നിട്ട് സിയും എയും ബിയും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എയുടെ കയ്യിൽ അധികമായിട്ടൊരടി കിടക്കുന്നുണ്ടല്ലോ. എക്ക് ഈ അടി വെച്ചുകൊണ്ടിരിക്കണോ, എവിടെയെങ്കിലും കൊടുക്കണോ, അതോ സിക്ക് തന്നെ കൊടുക്കണോ? ചോദ്യമല്ലേ? അതായത് അടി എന്നുള്ളത് ഒരു ടോപ്പിക്ക് മാത്രമായിട്ടാണ് ഞാൻ എടുക്കുക. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു തിയറി ഉണ്ട്, ഈച്ച് ആൻഡ് എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ഒരു സിദ്ധാന്തം അന്നേരം തന്നെ സംഭവിക്കും എന്നാണ് നമ്മൾ പഠിച്ച തിയറി. പക്ഷേ അത് ലൈഫിലേക്ക് വരുമ്പോൾ, ഒരു ഹ്യൂമൻ ലൈഫിലേക്ക് വരുമ്പോൾ, ഇന്ന് ചെയ്യുന്ന പല പ്രവർത്തികളുടെയും റിസൾട്ട് ഒരു പക്ഷേങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, 1ാം ക്ലാസ്സിൽ അല്ലെ വളരെ ചെറുപ്പത്തിൽ പഠിക്കുന്ന അഡീഷൻസ്, കൂട്ടാൻ പഠിക്കുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് അവൻ്റെ ലൈഫിൽ നിരന്തരം അവൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, അല്ലേ? നേരെ മറിച്ച് A+B² അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ കുറേ കോംപ്ലിക്കേഷൻസ്, കോസ് തീറ്റ, സൈൻ തീറ്റ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc², ഇങ്ങനെ കുറേ തിയറീസൊക്കെ പഠിക്കുന്നത്. എല്ലാവരിലും ഇത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. ആ പഠിച്ച സാധനം ലൈഫിൽ പിന്നെ എപ്പോഴെങ്കിലും അവരുടെ പ്രവൃത്തി മേഖലയിലേക്ക് വരുമ്പോൾ അവർക്കത് പഠിക്കേണ്ടി വരികയും പിന്നെ അത് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നില്ലേ? ഇനി ചെറുപ്പത്തിൽ പെട്ടെന്ന് എന്തിനേലും പറഞ്ഞ് ഒരു കുട്ടികളെ പേടിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതകാലയളവിൽ ഒരു കാര്യവുമില്ലാതെ
ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആ വ്യക്തിക്ക് ഭയം നിലനിൽക്കും. ഇനി ഇതല്ലാതെയും സംഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കടം വീട്ടുക എന്ന് പറയുന്ന കാർമിക് കണക്ഷൻസ് അല്ലെങ്കിൽ കാർമിക് കാണ്ഡ അല്ലെങ്കിൽ കർമ്മകാണ്ഡം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട് യൂണിവേഴ്സിൽ. ഒരാളിൻ്റെ നമ്മൾ പറയും പുനർജന്മങ്ങളും പൂർവ്വജന്മങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഒരു ടോട്ടൽ ഗ്രോത്ത് ഒരു സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലല്ലേ അതിനെ പൂർണ്ണവൃദ്ധം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഫിനിഷിംഗ് പോയിന്റിൽ എത്താതെ അത് ഫിനിഷായി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ അത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാലാണ് അതിൻ്റെ 0 ലെവലിലാകാൻ പറ്റുക. അൺലെസ് അത് ഒരിക്കലും ഫുൾഫിൽഡ് അല്ല, അല്ലെ കംപ്ലീറ്റഡ് അല്ല. അതേപോലെ ലൈഫ് എന്ന് പറയുന്നതിനകത്തും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, അതിനൊരു എൻഡിങ് പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ പറയുന്ന ഈ പേഴ്സണൽ ലൈഫല്ല, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വാസനകളാണ്. ഒരു ഉദാഹരണം ചോദിക്കാം. ചിത്ര എന്ന് പറയുന്ന താങ്കൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ICW ആയിരുന്നു. അപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യാൻ പോയോ? ഇല്ല. എന്താ പോവാഞ്ഞേ? എനിക്ക് പാഷൻ, എനിക്ക് മ്യൂസിക് ആയിരുന്നു പാഷൻ. അപ്പോൾ എന്തുകൊണ്ട് മ്യൂസിക് അതാ ഭയങ്കര കണക്ഷൻ. എനിക്ക് എന്താ പറയുക, മീഡിയ ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു വന്ന ആളല്ല. ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. മ്യൂസിക്കിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു. പിന്നെ എപ്പോഴും മീഡിയ ഫീൽഡിലേക്ക് കയറിപ്പോയി. ഇപ്പം അതുമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും? എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് പാസ്റ്റുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. പാസ്റ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. മേ ബി ചിലപ്പോൾ പുതിയ ലൈഫായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ലൈഫിൽ നിന്നുള്ളതായിരിക്കാം. നമ്മൾ ഇവിടെ ഈ മീഡിയയിൽ വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇതെനിക്ക് ഉതകുന്നതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരു പക്ഷെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്ന പാഷനെ വെച്ചുകൊണ്ട് തന്നെ, അല്ലെ അതിനുശേഷം പോയി പഠിച്ച ICWനെയൊക്കെ വെച്ചിട്ട് അതിനെല്ലാം അപ്പുറത്ത് ഇതാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കുന്ന സോണെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച് തന്നിട്ട് തോന്നിയതാണോ, അതോ സ്വയം ഒരു മോട്ടിവേഷൻ ഇവിടെ കിട്ടിയതാണോ? തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതാവുമ്പോൾ എനിക്ക് മ്യൂസിക്കും കൂടെ ഇടയ്ക്ക് പുട്ടിൻ്റെ പീര പോലെ ചേർക്കാലോ എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വസ്തുതാപരമായിട്ട് ഒരു പാഷനപ്പുറത്ത് ഉള്ളിലുള്ള ഒരു പുതിയ ലോകത്തെ, അല്ലെ ഒരു പുതിയ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷനെ കിട്ടിയതല്ലേ ഈ ഒരു മീഡിയയിൽ വന്നപ്പോൾ. ഇതെനിക്കിപ്പോൾ പറ്റുന്നതാണ്, ഇത് കൊള്ളാലോ, ഇതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടാവും. ഇത് ഓരോ വ്യക്തികളിലും അങ്ങനെ തോന്നിയിരിക്കുന്ന ആ ഒരു കാരണത്തിൻ്റെ പേരാണ് എനർജൈസ്ഡ് ബോഡി. അതിനെ നമുക്ക് വാസനയെന്നോ മനസ്സെന്നോ ഒക്കെ വിളിക്കാം. ഓരോ വ്യക്തികൾക്കും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുകൊണ്ടത് വന്നു? ചിലർക്ക് ചില സ്ഥലത്ത് പോകുമ്പം എനിക്ക് ഭയങ്കര പരിചയമുള്ള സ്ഥലമാണ്, ഞാനിവിടെ വളരെ കംഫർട്ടാണ്. ചിലരെ കാണുമ്പോൾ പറയും എന്താ അറിഞ്ഞൂടാ, ഒരു പരിചയമുണ്ട്, നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡി വർക്ക് ചെയ്യുന്നതിന് ഒരു എനർജി ഉണ്ട്, അതിനൊരു വേവ് പാറ്റേൺ ഉണ്ട്, ഒരു തരംഗോർജ്ജമുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് ലൂയിസ് ഡേ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഫ്രഞ്ച് സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഫിസിക്കൽ മാറ്റേഴ്സും ഒരു വേവ് തരംഗങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയെ അടിസ്ഥാനപ്പെടുത്തി ലൈറ്റിനാണ് അത് ആദ്യമേ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാറ്റേഴ്സിന് വേവ് തരംഗങ്ങളുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു ഫിസിക്കൽ മാറ്ററാണ്, ഉറപ്പായിട്ടും വേവ് തരംഗമുണ്ട്. നമ്മുടെ ബ്രെയിൻ ഒരു എനർജി, അതായത് നമ്മുടെ ശരീരം ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ പ്രത്യേകത എന്താ? അത് വർക്ക് ചെയ്യുന്നതിന് ഈക്വലായിട്ടുള്ള ഒരു വേവ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉള്ളിലുണ്ടായിരുന്ന ഒരു കഴിവ് അനലൈസ് ചെയ്യാനോ അല്ലെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിലെത്തിയപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലുള്ള അതിൻ്റെ വാസന പുറത്തേക്ക് വരുവാണ്. ഇത് നിങ്ങളെ കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പം ഇത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങും. ഇതേ സമയത്ത് ഇങ്ങനെ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ പൈസ മേടിച്ച് ജീവിക്കാനുള്ളത് കൊണ്ട് ഇതേലല്ല മറ്റു മേഖലകളിൽ നിൽക്കുന്ന ഒത്തിരി പേരില്ലേ, അവിടെ അവർക്ക് കിട്ടുന്ന എന്താണ്? സഫറിങ്സ്. ഇവിടെ എയുടെയും സിയുടെയും കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. എയ്ക്ക് കൊടുത്തിട്ട് പോയത് സി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും തിരിച്ചു വാങ്ങിയാൽ മാത്രമാണ് സിയുടെ അക്കൗണ്ട് ഫില്ലാവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയുടെയും നമ്മളൊരുപാട് നമ്മൾ പറയില്ലേ, ഞാനത് മാപ്പ് പറയണം, ഈ മാപ്പ് പറയുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു സോറി പറയുന്നതിലൂടെ, അല്ലെങ്കിൽ അവരോട് ആ ഒരു സോറി പറയുന്നതിലൂടെ ഈ ഒരു കർമ്മം മാറി കിട്ടും.
സോറി പറയുന്നതിലൂടെ കർമ്മ മാറി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇല്ല. അത് എന്താണോ കൊടുത്തത് അത് തന്നെ തിരിച്ചങ്ങോട്ട് കിട്ടും. അങ്ങനെയാണ്. അത് കൺഫേം ആണ്. സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ നമുക്ക് എന്തോരം സോറി വിറ്റ് പൈസ ആക്കാവുന്നേ. സോറി അല്ല, ആക്ച്വലി അതൊരു എക്സ്പീരിയൻസ് ആണ്. ഈച്ച് ആൻഡ് എവറി ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ ഓരോ ഫീൽഡിലും ഓരോ മേഖലയിലും ഓരോ സാഹചര്യത്തിലും എക്സ്പീരിയൻസുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ചിലർക്ക് കംഫർട്ടാവും, ചിലർക്ക് ഡിസ്കംഫർട്ടാവും, ചിലർക്ക് ഇറിറ്റേഷൻ ആവും, ചിലർക്ക് മാഡ്നെസ് ആവും. അപ്പോൾ അതിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് അവിടുത്തെ സെനാരിയോ. അപ്പോഴൊരു പെയിൻ, അതിൻ്റെ ഔട്ട്പുട്ട് സി എക്ക് കൊടുത്തത് പെയിനാണ്. അത് അടി കൊടുത്തപ്പോഴാണ് ഉണ്ടായതെങ്കിൽ ഈ പെയിനോ ചിലപ്പോൾ എ തന്നെ തിരിച്ചവിടെ കൊണ്ടുവന്നു. സി അവിടെ ചിലപ്പം അവിടെ ആ ഒരു ബാധ്യത കൂടി ഇറങ്ങിപ്പോയപ്പോൾ സി 0 ആയിട്ടുണ്ടാവും. ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ തീർക്കാൻ. അപ്പോൾ സി ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും, മരിച്ചിട്ട് ഫുള്ള് റിലീസ് ചെയ്തിട്ടുണ്ട്, അടുത്ത എനർജിയായി മാറിയിട്ടുണ്ടാവും. പക്ഷെ എക്ക് ഇത് അധികമായിട്ടിരിക്കുക, ഇത് എക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. അപ്പോൾ സിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആള് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അന്നേരം വരും. അതുകൊണ്ട് തന്നെ പൂർവ്വജന്മത്തിൽ എ എന്ന് പറയുന്ന ആൾ ഈ ലൈഫിൽ എ ആയിട്ട് വന്നിട്ട് സി എ കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ പോസിബിലിറ്റീസ് ആർ ദെയർ. അത് ഏറ്റവും കൂടുതലും വർക്ക് ചെയ്യുന്ന റിലേഷൻഷിപ്സിലാണ്. പലയിടത്തും പല റിലേഷൻഷിപ്പുകളിലും അതുണ്ടാവാറുണ്ട്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാൻ, ഞാൻ മൈൻഡ് തെറാപ്പിസ്റ്റും കൂടിയാണ്, ഹിപ്നോ തെറാപ്പിസ്റ്റും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. ആ റിലേഷൻഷിപ്പിൽ നിന്നും ആളിന് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ല. ആൾ ഫാമിലി ആയിട്ടൊക്കെ സെറ്റിൽഡാണ്. അപ്പോൾ ആളിനറിയാം ഈ റിലേഷൻഷിപ്പ് ശരിയല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഡിറ്റാച്ച് ആവണം, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നന്നായിട്ടറിയാം. നല്ല നോളജുള്ള ആളാണ്. പക്ഷേ ആളിന് എന്തോ കാരണത്താൽ പറ്റുന്നില്ല. തെറാപ്പി ലെവലിൽ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കിട്ടിയത്. അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലവും അവിടെ ചെയ്തിരുന്ന പ്രവൃത്തികളും അവിടെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതുമൊക്കെ മനസ്സിലായി. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ അയാൾക്ക് ചീറ്റിംഗ് ഉണ്ടായി. ആ ചീറ്റിങ്ങിൽ സങ്കടപ്പെട്ട് ആൾ സൂയിസൈഡ് ചെയ്തു. ഈ ലൈഫിൽ വന്നപ്പോൾ ഈ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ചീറ്റ് ചെയ്ത ലേഡിക്ക് ഗിൽറ്റൊക്കെ ആയിട്ട് കുറ്റബോധമൊക്കെ വന്നിട്ട് ആൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ 2 പേരുടെയും ലൈഫിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ പ്രണയം അല്ലെ അയാളുടെ ഇഷ്ടം പൂർത്തീകരിക്കാൻ കഴിയാതെ ദുഃഖത്തോടു കൂടി മരണപ്പെട്ടു, പെയിൻ അനുഭവിച്ച് മരണപ്പെട്ടു. ഇവിടെ അപ്പോൾ ആ പകരം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ലേഡി എന്ത് ചെയ്തു, ഗിൽറ്റോടു കൂടി ഞാനത് ചെയ്തത് ശരിയായില്ല, എനിക്കിത് മോശമായി പോയി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവിടെ അയാൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ 2 പേരുടെയും ലൈഫ് ഇൻകംപ്ലീറ്റ് ആണ്. ഇത് എത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഇമോഷനോട് കൂടിയിട്ടാണ് 2 ഡെത്തുകളും സംഭവിച്ചിട്ടുള്ളതെന്നൊരു ടോപ്പിക്കാണ്. ഈ ലൈഫിലേക്ക് വന്നപ്പം 2 പേരും സെപ്പറേറ്റ് മാരീഡായി ലൈഫ് സെപ്പറേറ്റായിട്ട് ജീവിക്കപ്പെടുന്നു. അതിനകത്ത് ഈ ലേഡി സെപ്പറേറ്റായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു, ഈ വ്യക്തി ഫാമിലിയോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും അറ്റാച്ച്ഡ് ആകുന്നതും. ഈ അറ്റാച്ച്മെൻറ്റ് അവിടെ വെച്ച് തെറാപ്പി സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് കളയുക ചെയ്തത്. കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എന്ത് പറ്റി, അയാൾ സാധാരണപ്പെട്ട രീതിയിലേക്ക് ഈ ഇപ്പം വന്ന പേഴ്സണെ ഇഗ്നോർ ചെയ്ത് വിട്ടു. അപ്പം അവരുടെ ലൈഫിൽ അത് അവർക്കിപ്പോൾ ഒരു ചീറ്റിംഗ് ആയി. അവിടെ കൊടുത്തിട്ട് പോയ ചീറ്റിംഗ് ഇവിടെ ഇപ്പം തിരിച്ചു കിട്ടി. അവിടെ അയാളുടെ പണവും സ്വത്തുമെല്ലാം അവർ നന്നായിട്ട് കൂടെ നിന്ന് ഊറ്റിക്കൊണ്ട് പോയിരുന്നു. ഇവിടെ അത് ആവശ്യപ്പെടാതെ തന്നെ ധാരാളം ഇയാൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു, അയാളുടെ പേരിൽ പൈസ ഇട്ട് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലേഡി ഇങ്ങോട്ട് തനിയെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, അവിടെ പിടിച്ച് പറിച്ചതൊക്കെ ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 2, അവിടെ അവർ ഒരു പെയിൻ കൊടുത്തിട്ട് ആ പെയിൻ അനുഭവിച്ചിട്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ആ ലേഡി അതേ പെയിനിലൂടെ കടന്നു പോവുകയും ചെയ്തു. പക്ഷെ അയാൾ റിലീസായി. ഈ ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്നു, ചന്ദ്രേട്ടൻ എവിടെയാ സിനിമ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഇതുപോലെ തന്നെയാണ് നേരത്തെ ഒരു കണക്ഷൻ പിന്നീട് വരുന്നതാണ്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തെറാപ്പി കൊണ്ടിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക? തെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റും, ഉറപ്പായിട്ട് മാറ്റാൻ പറ്റും. ബട്ട് സ്റ്റിൽ അതിൽ തൊട്ട് കളിക്കുമ്പം വളരെ അപകടം പിടിച്ച ഒരു സെനാരിയോ ആണത്. ഇതൊരു കാർമിക്
ആക്ടിവിറ്റീസാണ്. അതിൽ ഡീൽ ചെയ്യുന്നത് വളരെ എന്താ പറയുക, ബോംബ് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മറ്റേ കമ്പി ഊരിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് തിരിച്ചു കുത്തുന്ന പോലെയൊക്കെ ഇരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അത് കൈകാര്യം ചെയ്യുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക്? ഉറപ്പായിട്ടും ഇത് എനർജി, കർമ്മ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. അതിന് വേണ്ട വിധത്തിൽ അതിനെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് തിരിച്ച് ഇവരുടെ രണ്ടുപേരുടെയും പെടലിൽ നിന്ന് പോയാലും കൈകാര്യം ചെയ്യുന്ന ആളുടെ പെടലിലേക്ക് ചെന്ന് കയറാൻ ചാൻസസ് ഉണ്ട്. സൂക്ഷിക്കണം എന്നല്ലേ വളരെയേറെ. ഇപ്പോഴും അപ്പോൾ പല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പൂജകൾക്കും വലിയ അത്ഭുതമൊന്നും സംഭവിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട പൂജ അല്ലാത്തത് കൊണ്ടാണ്. റിസൾട്ട് കിട്ടുന്നിടത്ത് പ്രോപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ വന്നില്ല. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാധ്യത എന്ന് പറയും, ഇപ്പോൾ അവർക്ക് ആ പ്രശ്നം ഉണ്ടായതിൻ്റെ കാരണം ഈ സൊല്യൂഷൻ ചെയ്തു കൊടുക്കുന്ന ആളല്ല അല്ലേ. അപ്പോൾ ആ സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാനുള്ള എനർജി അയാളിലുണ്ട് എങ്കിൽ അത് ചെയ്തു കൊടുത്ത് അവൻ്റെ പ്രശ്നം തീർക്കുന്നതിനുള്ള മൂല്യം അയാളിൽ നിന്നും സൊല്യൂഷൻ ചെയ്യുന്ന ആളിൽ പറ്റിയിരിക്കണം. അത് പേരിന് 100 രൂപയോ 50 രൂപയൊന്നും ആവാൻ പാടില്ല. എന്താണോ അതിനുള്ള മൂല്യം അത് ആ സൊല്യൂഷൻ ചെയ്യുന്ന മേക്കർ ആരാണോ അയാൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ആ തുക കൊടുത്ത് അല്ലെങ്കിൽ അതിനുള്ള പ്രോഡക്റ്റോ പകരമായി എന്തെങ്കിലും മൂല്യം കൊടുത്തിട്ട് വേണം ഈ പ്രശ്നത്തെ സെറ്റിൽ ചെയ്യാനായിട്ട്. നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ബാക്കിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും വേറെ ഏതൊരു ഫ്രണ്ട്ഷിപ്പിലായാൽ പോലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരാളുടെ ഭാഗത്തും ശരിയുണ്ടാവും, മറ്റേ ആളും ഏതെങ്കിലും ഒരു ശരിയുടെ പുറത്തായിരിക്കാം അയാളും അത് ചെയ്യുന്നത്. ഈ ശരിയുടെ തൂക്കം ആരാണ് നിശ്ചയിക്കുന്നത്? ഇവർക്ക് ഈ കർമ്മ കിട്ടുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പം എൻ്റെ ഭാഗത്താണ് ന്യായം, ഇത് അയാൾ ചെയ്തത് ശരിയല്ല, തിരിച്ചും മറ്റേ ആൾ ഇത് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അയാളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബാക്കി ആളുകളുടെ അടുത്തോ. നല്ല പോയിന്റാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട്, തെറ്റ് ചെയ്യുന്നവൻ്റെ ഉള്ളിൽ അത് കൃത്യമായിട്ട് അവൻ അറിയാൻ തെറ്റ് ചെയ്തിട്ടുള്ളത്. അവൻ എന്താ അവിടെ സ്ഥാപിക്കാൻ എടുക്കുന്നത്? അവൻ്റെ ഭാഗം വെള്ള പൂശാനുള്ള ശ്രമമാണ്. ഈ വേവ് ഒരിക്കലും അവനിൽ നിന്ന് വിട്ടു പോകുന്നില്ല. സോ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട മറ്റൊരു ടോപ്പിക്ക്, ഒരാൾ ഒരു പ്രശ്നത്തിൽ വീഴുന്നു എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ മുന്നിൽ നിൽക്കുന്ന ഒരാളുമോ അല്ലെ വേറൊരാളും അല്ല. അപ്പോൾ അയാളെ എടുത്ത് കൊടുക്കുന്ന ഒരാൾ അയാളുമായിട്ട് ഒരു പ്രത്യേക കാര്യങ്ങളോ കാരണങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സീരിയസ്ലി ആ ഉടുത്തതിൻ്റെ ബാക്കി ഇവിടെ മേടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മളിന്ന് പലയിടത്തും എടുത്ത് ട്രോളുന്ന പല കാര്യങ്ങളും സമാനമായ അനുഭവങ്ങളിലൂടെ ആ ട്രോളുന്നവരിലേക്ക് തിരിച്ചെത്തപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അത് ആ വ്യക്തിയുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ചെയ്യുന്നതും ഉണ്ടാവും. അതിന് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്ന് പറയുന്ന ആളിന് ഒരു തെറ്റ് ചെയ്തു, നിനക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നു, കേടായിരുന്നു, അവനെ പള്ളു പറയുന്നു, എന്നിട്ട് അവനെക്കുറിച്ച് 10 പേരോട് കുറ്റം പറയുന്നു. ആക്ച്വലി ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്ത് ചെയ്തു? സഫർ ചെയ്യേണ്ട പെയിൻ അവിടെ അയാൾ സഫർ ചെയ്തു എന്ന് മാത്രമല്ല, ഇതിൻ്റെ നല്ലൊരു മേജർ പോർഷനും പറഞ്ഞു നടക്കുന്ന ആളിനെ ചെല്ലും. അതോടുകൂടി റിലീഫാവും. അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഏറ്റവും കൂടുതൽ അപമാനം, നിരപരാധികളായിട്ടുള്ളവരിൽ അപമാനം ഉണ്ടായവരാണോ വളർന്നിട്ടുള്ളത്, അതോ വളർന്നിട്ട് അപമാനം കിട്ടിയോ കീഴെ പോയിട്ടുള്ളതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപമാനം എന്ന് പറയുന്നത്, നമ്മൾ സിനിമയിൽ നമ്മുടെ ഇൻസൾട്ട് ആണ് മുരളി, അവിടെ വളരെ സീരിയസ്ലി ഒരാളുടെ അവസ്ഥയിലൂടെ അവൻ അത് അനുഭവിച്ച് പോകുന്നത്, അത് അവൻ്റെ കാർമിക് കണക്ഷനാണ്. അവനെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നതും അപകടമാണ്. അവനെ അവിടെ എടുത്തിട്ട് ഇത് പൊങ്കാല ഇടുന്നതും അപകടമാണ്. എല്ലാവർക്കും അവനവൻ്റെ പ്രശ്നങ്ങളില്ലേ തീർക്കാൻ? അത്രയും പവർ അവിടെ കിടന്ന് ഡീൽ ചെയ്യുന്നതിന് സമയത്ത് ജസ്റ്റ് സ്വന്തമായിട്ടുള്ളിലേക്കൊന്ന് നോക്കിയാൽ വെദർ അവൻ അതിന് എലിജിബിൾ ആണോ, അയാൾ അങ്ങനെ പറയാൻ എലിജിബിൾ ആണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അയാളുടെ പ്രശ്നമല്ലേ, ശരി, അയാൾക്കൊരു ജീവിതമുണ്ട്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കാമെന്ന് എത്ര പേര് ചിന്തിക്കുന്നു? എല്ലായിടത്തും കുറ്റം പറച്ചിൽ തന്നെയല്ലേ ഉള്ളൂ. ഈ ഇതിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിച്ച് ആ ഒരു കണക്ഷൻ വിടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അവർ ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അത് ആ ഒരു സൈഡിൽ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പം എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായാൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ വിടുമ്പോൾ അവർക്ക് ഈ കർമ്മ ഏൽക്കുന്നുണ്ടോ?
കാരണം അവർക്ക് ഈ ഒരു കാര്യങ്ങളോ ഇതൊന്നും അറിയില്ലല്ലോ, ഒരു തെറാപ്പിസ്റ്റിന്റെ ഇതായിട്ടുള്ള ഗ്രാഹ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ, അവര് അറിഞ്ഞോ അറിയാതെ ഇടപെടുന്നതാണ്. അതെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കൂ. ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇടപെടുമ്പം കുറ്റം പറയുന്നവരുമുണ്ട്, അല്ലാതെ കൂടെ നിൽക്കുന്നവരുമുണ്ട്. ഇവിടെ കുറ്റം പറയുന്നതിലൂടെ ഈ കേൾക്കുന്ന അല്ലെ അതിന് പാത്രീഭൂതനാകുന്ന വ്യക്തി വല്ലാണ്ട് പെയിൻ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇവൻ അതിൻ്റെ ബാക്കിയിൽ ഇവൻ അത് എടുത്തു, അല്ലെങ്കിൽ അപ്പുറത്തു നിന്നും നീ കൊടുത്തിട്ട് പോയത്, എവിടെയോ കൊടുത്തിട്ട് പോയത് ഇവൻ തിരിച്ചു വന്നു. അത് ഏതെങ്കിലും ഒന്ന് കൊടുക്കൽ വാങ്ങലുകളായിരിക്കും. ഇപ്പം എല്ലായിടത്തും ഈ ബന്ധുമിത്രം, ഇപ്പം അച്ഛനും അമ്മയും അങ്ങനെ കയറി ഇടപെട്ട് അവർ കുറ്റം പറയുന്നത് വെച്ചാൽ ഇല്ല, അവർ ആക്ച്വലി അതിന് എലിജിബിൾ ആണ്. അവനെ ശാസിക്കാനും നേരെ പറയാനും നിലനിർത്താനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ എലിജിബിൾ ആണ്. അപ്പം അവർക്കത് ആ പ്രശ്നം വരില്ല. തേർഡ് പേഴ്സണെ വളരെ സീരിയസ്ലി. ഈ പ്രാക്ക് ഏക്കുന്ന ഒരു കാര്യമാണ്. അതെ, അതെങ്ങനെയാ പ്രാക്ക് എങ്ങനെ ഏക്കുന്നു എന്ന് പറഞ്ഞുതരാം. സയന്റിഫിക് സൈഡ് പറഞ്ഞുതരാം. നമ്മുടെ ശരീരം ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ പ്രവർത്തനത്തിന് തത്തുല്യമായ എന്ത് ഊർജ്ജവും അവൻ്റെ ബോഡിയിൽ നിന്നും എമിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് ഒരാൾ ചിന്തിക്കുമ്പോൾ ശരീരത്തിലെ ന്യൂറോൺസിൻ്റെ ആക്ടിവേഷനിലൂടെയാണ് ഈ ഇലക്ട്രോണിക് വേവ്സ് പുറത്തു വരുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ശക്തമായ വൈര്യമുണ്ടാകുന്നു. ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അല്ല വെറുതെ ഇരിക്കുന്നു അവനിരിക്കുന്നു പണ്ടാരം പ്രാഗി അങ്ങ് നശിപ്പിക്കാതെ വിചാരിച്ചാൽ അങ്ങനെ തോന്നല്ല, ഒരു ഇമോഷൻ അവിടെ ഫോം ചെയ്യണം. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ അട്രാക്റ്റ് ആയി അവർ ഒരുമിച്ച് പോകുമ്പോൾ അവർക്ക് സിമിലറായ തരംഗങ്ങളാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അട്രാക്റ്റ് ആയതും അവർ തമ്മിൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഡീൽ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലായിരിക്കും ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുകയും അതിനകത്ത് ഒരാളുടെ ആ ചെയ്യുന്ന രണ്ടുപേരുടെ കൂട്ടത്തിൽ രണ്ടുപേരും ആർഗ്യൂ ചെയ്യുകയാണ്. അപ്പോൾ രണ്ടുപേരുടെ ഉള്ളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് എന്താണ്? വിദ്വേഷ തരംഗം തന്നെയാണ്, സിമിലർ വേവ്സ് തന്നെയാണ്. ഓക്കെ, അതിനകത്ത് ഒരാൾ പറയുകയാണ്, അതായത് യൂണിവേഴ്സലി ന്യായമുള്ളവനോ അല്ലെ സത്യമുള്ളവനോ ശരിയായവൻ്റെയോ ചിന്തകൾ അവിടെ പവർഫുൾ ആയിരിക്കും. മറ്റവൻ്റെ ചിന്തകൾ അവനറിയാം, നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ ഉള്ളിൽ ഓൾറെഡി ഗിൽറ്റ് വെച്ചുകൊണ്ട് അവനെ വൈറ്റ് ആക്കുകയാണ്, വെള്ളപൂശാണ്. മറ്റവൻ അങ്ങനെയല്ല, അവൻ പെയിൻ ഉണ്ടാവുന്നു, ഇവൻ വൈറ്റ് പൂശേൻ്റെ പെയിൻ സെക്കൻഡ്ലി ഉണ്ടാവുന്നു, പ്ലസ് അവൻ്റെ തോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമാകുന്നു. ഈ സമയത്ത് പറയുകയാണ്, നീ നന്നാവില്ലടാ, നീ എൻ്റെ അനുഭവിക്കുകടാ. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഒരാളുടെ ഇമോഷൻ വളരെ പവർഫുള്ളാണ്, അവൻ്റെ ഭാഗത്ത് യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. ഇത് ഇപ്പുറത്തിരിക്കുന്നവനിലേക്ക് എമിറ്റ് ചെയ്യുന്ന വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന തരംഗങ്ങൾ സെയിം വേവാണ്. രണ്ടുപേരിൽ ഇമോഷണലി പറയുകയാണെങ്കിൽ വിദ്വേഷ തരംഗം തന്നെയാണ്, സെയിം ഫ്രീക്വൻസീസിലുള്ള എമിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സെയിം ഫ്രീക്വൻസിയോടൊപ്പം അതുവരെ ഒഴുകിക്കൊണ്ടിരുന്ന പാലിനകത്ത് ഒരാളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങിയപ്പോൾ വിഷം കുടിച്ചു. അതിപ്പുറത്തേക്ക് വരും. ഇപ്പുറത്ത് വന്നിട്ട് ഇയാളുടെ എനർജി ബോഡിയിലാണ് ഇത് അറ്റാച്ച് ആവുന്നത്. ഓക്കെ, ഈ എനർജി ബോഡിയിൽ അറ്റാച്ച് ആവുമ്പം അത് അവൻ്റെ ഫിസിക്കൽ ബോഡിയിൽ അട്രാക്റ്റ് ആവും. ഇത് ഫിസിക്കൽ ബോഡി അവൻ്റെ ബോഡിയിൽ നിന്നും അതിന് തുല്യമായ തരംഗങ്ങൾ എമിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് പറ്റിയ ക്ലേശങ്ങളോ സന്തോഷങ്ങളോ ആയ പദാർത്ഥങ്ങൾ, ഫിസിക്കൽ മാറ്റേഴ്സ്, ലൂയിസ് ഡേയുടെ തിയറി പറഞ്ഞ പോലെ ഫിസിക്കൽ മാറ്റേഴ്സ് അയാളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതായത് അയാൾ കേൾക്കണമെന്നില്ല. യെസ്, കേൾക്കണം. യെസ്, ഞാൻ പറഞ്ഞു രണ്ടുപേരിലും വിദ്വേഷ തരംഗം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി എന്തോരം ബ്രാക്ക് മേടിക്കണം മനുഷ്യന്, ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. ആളതിനകത്ത് ബോധേഡല്ലെന്ന് മാത്രമല്ല, നേരിട്ട് ഒരാൾ ചെന്നിട്ട് നീ നശിച്ച് നാറാണ കല്ലെടുക്കട എന്ന് പറഞ്ഞാൽ കൂടിയും അതെന്നാ ഓക്കെ, എന്താ കാര്യം? ആളുടെ ഉള്ളിൽ നിന്നും ആ തരംഗം എമിറ്റ് ചെയ്തിട്ടില്ല. അപ്പുറത്തിരിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ രണ്ടുപേരുടെ ഇടയിലും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ മാത്രമാണ് ഈ പറഞ്ഞ സാധനം ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആവുക. ഇല്ലെങ്കിൽ അത് യൂണിവേഴ്സിൽ കിടന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കിടന്ന് കലങ്ങി തിരിയും. എപ്പോഴെങ്കിലും ആ പേഴ്സൺ അയ്യോ അത് റിഗ്രറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചടിക്കും. അല്ലാതെ പ്രാക്കുദോഷം കേൾക്കില്ല. അങ്ങനെയാണ് ഈ സാധനം കണക്റ്റ് ആകുന്നത്. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പം ചീറ്റ് ചെയ്യപ്പെടുന്ന കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പം ചിലപ്പോൾ ഒരാൾ പണം പറ്റിച്ചിട്ട് പോകുന്നതായിരിക്കും. അത് തന്നെ ഈ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു പാറ്റേൺ തന്നെ, ഈ ചീറ്റിംഗ് എന്നുള്ള ഒരു ഫാക്ടർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പം ഇതിനകത്ത് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ എന്തെങ്കിലും പ്രശ്നമാണ്, അത് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ വാചകങ്ങൾ തന്നെ വളരെ ശ്രദ്ധിക്കുക.
നമ്മളുടെ ഉള്ളിലെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ രണ്ടുപേരും വരും. അതുകൊണ്ട് ഞാൻ അതിനെ തിരുത്തിക്കൊണ്ട് ഏകവചനമാക്കാം. ആയിക്കോട്ടെ. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു നമ്മുടെ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മനസ്സിലെല്ലാം ഓരോരോ കാര്യങ്ങളും ഇമേജുകളാണ്. ഇപ്പം ഞാൻ ചിത്രയോട് ചോദിക്കുകയാണ്, മസാല ദോശ ഇമേജ് വന്നില്ലേ? ഓക്കെ, സൂത്തിയോപ്പി ആ ഇമേജ് കിട്ടിയാ? എന്താന്ന് മനസ്സിലായോ? എനിക്ക് പറഞ്ഞൂടാ. ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ എന്താ വേണ്ടേ? ഒന്നുകിൽ അതിൻ്റെ അതൊരു ഫുഡാണോ, സൂത്തിയോപ്പി എന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ടോന്ന് കൂടി എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ബേസിക്കലി നമ്മളുടെ മൈൻഡ് ബ്രെയിൻ കണക്ഷൻ എടുക്കണമെങ്കിൽ അവനൊരു ഇമേജോ ഒരു ഇമോഷനോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ മസാല ദോശ എന്ന് പറഞ്ഞപ്പോൾ മസാല ദോശ കണ്ടു. അത് തട്ടുകടയിലെ മസാല ദോശയാണെന്ന് കണ്ടത് ആര്യസിൻ്റെ മസാല ദോശയാണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആര്യസിൻ്റെ മസാല ദോശ ആയിരിക്കും ആൾക്കാർ കാണുക. എന്താ, മസാല ദോശയുടെ ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചിരിക്കുന്ന അവരാണ്. അതിനെങ്ങനെ ഒരു അപ്പോൾ ഇതിന് നമ്മളുടെ ഉള്ളിൽ ഓരോ കാര്യത്തിനും ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വികാരം സെറ്റ് ചെയ്തിട്ടുണ്ട്, വൈകാരിക തലം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇമോഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇമോഷനെ ആസ്പദമാക്കിയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻ ഇതിൽ നിന്നും നമുക്ക് വീണ്ടും വീണ്ടും ഒരു ഇമോഷൻ വരും. ഇപ്പം അതിനെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കൊച്ചു കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് പറയും, മെഴുകുതിരിയോ വിളക്കൊക്കെ കത്തിച്ചു എന്ന് പറയാം, മക്കളെ നീ അതേ പോയി പിടിക്കരുത്, കൈ പൊള്ളുന്നു. ഏത് പോയി ഒന്ന് പിടിക്കും, പൊള്ളും, നിലവിളിക്കും, കാറിക്കൂകും, ഒരു പരുവാവും, കുറച്ച് കഴിയും, അന്നേരം മനസ്സിലാവും സാരമില്ല പോട്ടെ മക്കളെന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ആ വിളക്ക് കത്തിച്ച് വെക്കുക, അല്ലെ മെഴുകുതിരി കത്തിച്ച് വെക്കുക. ഇതൊന്ന് പൊള്ളിയതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? വീണ്ടും പൊള്ളും. മൂന്നാമത് ചെയ്താലും ഇത് തന്നെയല്ലേ അവസ്ഥ. അതായത് നാലാമത് ആ കുട്ടി ചെയ്യില്ല, മൂന്നാമതും ചെയ്യില്ല. അതിനെ ഒരു ടാക്ടിക്കലി ഹാൻഡിൽ ചെയ്യാനായിരിക്കും അവിടെ പഠിക്കുക. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്സുകളിൽ ചീറ്റിംഗ് എന്ന് ആവർത്തിച്ചുകൊണ്ട് വരുന്നു, പൈസ അടിച്ചുകൊണ്ട് പോകുന്നു, റിലേഷൻഷിപ്പിൽ വന്നിട്ട് പറ്റിച്ചേച്ച് പോകുന്നു, ഇത് എല്ലാം വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു പാറ്റേൺ എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തു നിന്നുമുള്ള കോർ ഫാക്ടർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തെ കോർ ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളെ ട്രസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതായിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ ഇത് എന്നിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഞാനിപ്പോൾ എന്നിലേക്കെന്ന് പറയുമ്പോൾ എന്നിലേക്ക് പണം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ കൂടുതൽ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, ഇത് എനിക്ക് കൊടുക്കാവുന്ന ഒരു വിഷ്വലൈസേഷനാണ്. ഇത് റിപ്പീറ്റ് ചെയ്യാൻ കൊള്ളാം. പക്ഷേ ആൾക്കാർ പറയുമ്പോൾ ഇമോഷൻ ഇട്ട് അയ്യോ അത് എന്താണെന്ന് അറിഞ്ഞോട്ടെ, ഇത് പിന്നെയും വന്നിട്ടിരിക്കുക. എന്താ ആ പെയിനും കൂടി, ആ പെയിനെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടാണ് പറയാം. ബ്രെയിനിന് അറിഞ്ഞുകൂടാ, അതൊരു പ്രാവശ്യം ചിന്തിക്കുമ്പോൾ അത് അതിൻ്റെ എനർജി എമിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അതിനോടുള്ള വൈകാരിക തലം എന്താണ്? തൊട്ട് മുമ്പ് ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊരു ചോദിക്കട്ടെ, പെടും എന്ന വാക്കിനകത്ത് എന്തർത്ഥമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ബ്ലോക്ക് അല്ലേ? അപ്പം ഞാൻ രക്ഷപ്പെടും എന്ന് നമ്മളിങ്ങനെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ രക്ഷയുണ്ട്, രക്ഷ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്? നല്ല സെൻസിലും എടുക്കാം, ഒരാളെ രക്ഷിക്കുന്നു എന്നും എടുക്കാം, അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്ന് രക്ഷപ്പെട്ടു എന്നും കൊടുക്കുക. എപ്പോഴും ഈ പെട്ടു എന്ന് പറയുന്ന സാധനത്തിന് നമ്മളൊരു ഇമേജ് വെച്ചിട്ടുണ്ടാവും മനുഷ്യന്മാരുടെ ഇടയിൽ. ആ ഇമേജ് എന്താണോ അത് കയറി ഇതിൻ്റെ കൂട്ടത്തിൽ ക്ലാഷ് ചെയ്യും. രക്ഷ ഓക്കെ, പെടും, ബ്ലോക്കല്ലേ? അപ്പോൾ ഇതേപോലെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ ആ പാറ്റേൺ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷ എഴുതി തോറ്റുപോയി, എന്താ പറ്റുക? ഡിഗ്രി പഠിക്കുന്ന കുട്ടി പരീക്ഷ എഴുതി തോറ്റുപോയി, എന്നാ പറ്റിയേ? സപ്ലി വന്നു, വീണ്ടും എഴുതണോ? എഴുതി എപ്പോഴാണോ സക്സസ് ആണെന്ന് പുറത്ത് വരും. അപ്പോൾ ഈ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ പഠിക്കേണ്ട ടോപ്പിക്ക് വേണ്ട വിധത്തിൽ പഠിച്ചില്ല എന്നാണ്. അതും കർമ്മയല്ലേ? കർമ്മയാന്നല്ല, അതിന് സ്വാഭാവികമായിട്ടും അനുഭവങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. അതും കർമ്മയായിട്ട് ബന്ധമില്ല. എങ്ങനെ പഠിക്കുന്നതുമായിട്ടോ? അല്ല ഇപ്പൊ നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺസ് ആവർത്തിച്ചു വരുന്നത്, അത് ഇപ്പൊ മുജ്ജന്മമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിട്ടായിരിക്കുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും കണക്ഷൻസ് ഉണ്ടാവാം. ചില റിപ്പീറ്റഡ്ലി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ചെറിയ ഒരു ഞൊണൽ വന്നു, കയ്യിലൊരു ഞൊണ്ട് വന്നു, ആ വ്യക്തി അതെന്ത് ചെയ്ത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ വലുതായി, പിന്നെ അത് വെച്ചോണ്ടിരുന്ന് അത് വലിയ ക്യാൻസറായി മാറി.
നമുക്ക് ഈ ഞൊണൽ വന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വ്യക്തി ഇതിനെ എടുത്തിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നുവെങ്കിൽ ചെറിയ സർജറിയിൽ ആ പ്രോസസ്സ് അവിടെ തീരും അല്ലേ? അതെ. ഞൊണൽ വന്നതിനെ അവിടെ ട്രീറ്റ് ചെയ്ത് തീർക്കാതിരുന്നുകൊണ്ട് അത് ആ ഒരു സ്റ്റേജിലേക്ക് പോയത്. വന്നു, തലവേദന വന്നു, മരുന്ന് കഴിച്ചു, തലവേദന കുറഞ്ഞു. വീണ്ടും തലവേദന വന്നാലോ വീണ്ടും മരുന്ന് കഴിക്കും. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ കോർ കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യണോ വേണ്ടത്? അപ്പം റിപ്പീറ്റഡ്ലി വരുന്നെങ്കിൽ അത് ഹിൻ്റാണ്. അത് മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ചാൻസസ്. അത് ചെയ്യാതെ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ചീറ്റിങ് വീണ്ടും വരുന്നുണ്ടോ ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട് ഈ വന്ന ചീറ്റിങ്ങിൻ്റെ എല്ലാം കോമൺ പാറ്റേൺ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ആ കോമൺ ആയിട്ടൊരു കണ്ടന്റ് അവിടെ ഉണ്ടാവും. ആ കോമൺ ആയിട്ട് കണ്ടന്റിലാണ് അവർക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ അവർ തിരിച്ചറിവ് കൊണ്ടുവരേണ്ടത്. അറിവുകളല്ല, തിരിച്ചറിവുകൾ കൊണ്ടുവരേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് പാറ്റേൺ സ്റ്റോപ്പ് ആവും. അല്ലാണ്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നതല്ല. അങ്ങനെ അട്രാക്ഷൻസ് പാറ്റേൺസ് ലൈഫിൽ അട്രാക്ഷൻസ് ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരിടത്തുണ്ടാവാത്ത ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണല്ലോ അടുത്ത റിലേഷൻ വരുന്നത്. അടുത്ത റിലേഷനിലേക്ക് അല്ലെങ്കിൽ ഒരിടത്ത് പെയിൻ ഉണ്ടായി വീണ്ടും പെയിൻ അതിനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ അവരങ്ങനെ ഒഴിവാക്കി വിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ആ സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അത് കെയർ ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, എല്ലാം അത് വീണ്ടും വീണ്ടും വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഒരാൾ ഫിനാൻസിൻ്റെ ബേസിലാണെങ്കിൽ അവരല്ല ഫിനാൻസ് കണ്ടത്, നീ നിൻ്റെ ഫിനാൻസ് സ്വയം കണ്ടെത്തേണ്ടതെന്നുള്ളൊരു ലെവലിലേക്ക് അവർ പെയിൻഫുൾ പ്രോസസ്സിലൂടെ ആയിരിക്കും അവർ ഇൻഡിപെൻഡൻറ്റ് ലേഡിയോ ഇൻഡിപെൻഡൻറ്റ് മെന്നോ ആയിട്ട് മാറുന്നത്. അതാണ് അവിടെ ആ ബിൽഡിംഗ് ആണ് അവിടുത്തെ ആവശ്യം. അത് സ്റ്റാർട്ടിങ്ങിലെ അങ്ങ് എടുത്തു കഴിഞ്ഞ് തീർന്നു. അതവിടെ പ്രൊസീജിയേഴ്സ് ഇല്ല. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവനെല്ലാം സക്സസ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്.